ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നീതു. വയസ്സ് 26. എൻ്റെ വിവാഹം കഴിഞ്ഞ് 6 മാസമായിട്ടുള്ളൂ. ഭർത്താവ് മനു ഒരു ബിസിനസ്സുകാരനാണ്. വല്ലപ്പോഴുമുള്ള മനുവേട്ടൻ്റെ വരവ് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. എന്നാലും ഞാൻ എൻ്റെ വിഷമമൊന്നും ചേട്ടനോട് പറയാറില്ല. പല രാത്രികളിലും ചേട്ടൻ്റെ പ്രകടനങ്ങൾ എനിക്ക് എന്തോ കാട്ടിക്കൂട്ടുകൾ പോലെയാണ് തോന്നിയിരുന്നത്. എനിക്കതിൽ ഒട്ടും തൃപ്തിയില്ലായിരുന്നു. എന്തെങ്കിലും കാട്ടിക്കൂട്ടി പെട്ടെന്ന് തന്നെ ചേട്ടനുറങ്ങും. ഞാനാണെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ നടക്കാത്തതിൻ്റെ വിഷമത്തിൽ എല്ലാം കടിച്ചു പിടിച്ച് റൂമിൽ നിന്ന് പല രാത്രികളിലും ഹോളിൽ പോയിരിക്കും. എനിക്ക് കൂട്ടായി മനുവേട്ടൻ്റെ അച്ഛനും അപ്പോഴവിടെ കാണും. ഞാനും അച്ഛനും ഓരോന്നും മിണ്ടിയും പറഞ്ഞു അങ്ങനെയിരിക്കും. എൻ്റെ വിഷമം മനസ്സിലാക്കിയ പോലായിരുന്നു അച്ഛൻ്റെ പെരുമാറ്റം. എന്തോ അച്ഛൻ്റെ സാമീപ്യം എന്നെ വല്ലാതെ അച്ഛനിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. പല രാത്രികളും ഞാൻ അച്ഛനോടൊത്തിരിക്കാൻ വേണ്ടി ഞാൻ ഹോളിൽ വന്നിരിക്കും. അച്ഛനും എൻ്റെ സാമീപ്യം നല്ലോണം ഇഷ്ടമായിരുന്നു. ചിലപ്പോഴൊക്കെ എൻ്റെയും അച്ഛൻ്റെയും സംസാരം വഴിമാറിപ്പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അമ്മയുണ്ടെങ്കിലും അച്ഛൻ്റെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ അമ്മയ്ക്ക് കഴിയാറില്ല. അമ്മയ്ക്ക് എപ്പോഴും രോഗങ്ങളാണ്. അച്ഛനാണെങ്കിൽ ഇപ്പോഴും ഒരംഗത്തിന് കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾക്കിടയിൽ ഒളിമറയില്ലാതെ എന്തും തുറന്നു പറയാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. എൻ്റെ വിഷമം ഞാൻ അച്ഛനോട് തുറന്നു പറഞ്ഞു. അച്ഛനാണെങ്കിൽ അത് കേട്ടതും ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി. ഞാനാണെങ്കിൽ പറഞ്ഞത് അബദ്ധമായോ എന്ന് ആലോചിച്ച് അല്പനേരം അവിടെ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് അച്ഛൻ റൂമിൽ നിന്നും പുറത്തു വന്നു. നേരെ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ അച്ഛനെ നോക്കിയതും അച്ഛനാണെങ്കിൽ അമ്മ ഉറങ്ങിയോ എന്ന് ഉറപ്പ് വരുത്താൻ പോയതാ. ഞാൻ ഹോളിൽ നിന്നും അച്ഛൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ചു നേരെ റൂമിലേക്ക് നടന്നു. മനുവേട്ടനിൽ നിന്നും കിട്ടാത്ത പലതും എനിക്ക് അച്ഛനിൽ നിന്ന് അന്ന് കിട്ടിത്തുടങ്ങി. പിന്നീടുള്ള പല രാത്രികളിൽ ഞങ്ങൾ അമ്മ ഉറങ്ങിയ ശേഷം ഞാനും അച്ഛനും ഞങ്ങളുടെ കലാപരിപാടികൾ തുടർന്നുകൊണ്ടേയിരുന്നു.